ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് പ്രശ്നമുണ്ടായിരുന്നു. ആലപ്പുഴയിലെ കുത്തിയതോട് പ്രദേശത്ത് സുരേഷിൻ്റെ വീട്ടിൽ മരങ്ങൾ കടപുഴകി വീണെന്ന് പറയുന്നു. വീടിൻ്റെ മുകളിലേക്കാണ് മരങ്ങൾ വീണത്. അതിൻ്റെ മേൽക്കൂരയിലൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരം കാറ്റടിക്കുന്നതും അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും ചില വാർത്തകൾ വരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചെയ്യുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. ബിപിൻ, മലപ്പുറം ജില്ലയിൽ പൊതുവെ എന്താണ് സ്ഥിതി? അവിടെ വഴിയൊക്കെ പ്രത്യേകിച്ച് കുപ്പത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ ദേശീയപാത വഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴയും അതുപോലെ കാറ്റും ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതിശക്തമായ മഴ ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2 ദിവസമായിട്ട് തന്നെ നിൽക്കുന്ന മഴയാണ്. ഇന്നും നാളെയുമാണ് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത അത് കൂരിയാട് പ്രദേശത്തൊക്കെ തന്നെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അത് കിടക്കുകയാണ്. അപ്പോൾ ആ വഴിയുള്ള യാത്രയൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. ഒപ്പം ഈ നിലമ്പൂർ മേഖല, മലയോര മേഖലയും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഇപ്പോൾ NDRF സംഘം ഇന്നിപ്പോൾ 10 മണിയോട് കൂടി എത്തുമെന്നുള്ളതാണ്. അതൊരു മഴയുടെ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് NDRF സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. ചെന്നൈയിൽ നിന്നുള്ള സംഘം 10 മണിയോടുകൂടി എത്തും. 26 അംഗ സംഘമായിരിക്കും. അവർ നിലമ്പൂരിലായിരിക്കും ക്യാമ്പ് ചെയ്യുക. നിലമ്പൂരിൽ നഗരസഭയുടെ ഭാഗത്തുനിന്നും താലൂക്കിന്റെ ഭാഗത്തുനിന്നും കൺട്രോൾ റൂമുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. പുഴയുടെ അരികിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പറയുന്ന സ്ഥലങ്ങളിലേക്കോ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. എല്ലാ പുഴകളിലും ജലനിരപ്പ് വലിയ തോതിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമുള്ളത്. ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യത പല മേഖലകളിലും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഉള്ളത്. അത് കേരളക്കുണ്ടായാലും ആട്യംപാറ വെള്ളച്ചാട്ടമായാലും എല്ലാം അവിടേക്കൊക്കെയുള്ള പ്രവേശനം ഇതിനോടകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാടുകാണി ചുരം വഴി ചെന്നൈ തമിഴ്നാട്ടിലേക്കൊക്കെ നിരവധി യാത്രക്കാർ പോകുന്നതാണ്. ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും മാറ്റിവെക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അവിടെ അതിന്റെ പരിശോധനകൾ ഉണ്ടാവും. കാരണം മണ്ണിടിച്ചിൽ സാധ്യത അവിടെയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കനത്ത മഴ പെയ്യുന്നു, ചിലപ്പോൾ മാത്രമാണ് കാറ്റടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ കാറ്റടിച്ചതിലാണ് കൃഷിനാശമൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൂക്കോട്ടുംപാടത്ത് വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ മരം വീണ് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി മുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തീരമേഖലയായ താനൂര്, പൊന്നാനി മേഖലകൾ കൂടി അതീവ ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് വലിയ മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്.